ഏത് ഹോസ്പിറ്റലിലാണ് ചെയ്തത് എന്നവർ ചോദിക്കുമ്പോൾ അഷ്ടമുടി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവർ പിന്നെ ഒരക്ഷരം അവർ പറയത്തില്ല, മരുന്ന് കഴിച്ചാൽ മതി മാറുമെന്നാണ് പറയുന്നത്. ഈ ഹോസ്പിറ്റലിനെ ഇത്രയും ആളുകൾ പേടിക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. കൊല്ലം അഷ്ടമുടി ആശുപത്രിക്കെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുകയാണ്. പറവൂർ സ്വദേശിനിയായ വിനീത എന്ന യുവതിയാണ് ഇപ്പോൾ അഷ്ടമുടി ആശുപത്രിയിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. കയ്യിൽ പെരുപ്പും വേദനയും തുടർച്ചയായി ഉണ്ടായതിനെ തുടർന്നാണ് അഷ്ടമുടി ആശുപത്രിയിലെ ജേക്കബ് ജോൺ എന്ന ഡോക്ടർ വിനീതയെ സർജറിക്ക് വിധേയയാക്കിയത്. വെറും 2 സ്റ്റിച്ചിൽ മാത്രം ചെയ്യേണ്ടിയിരുന്ന സർജറിയിൽ പക്ഷേ ഗുരുതര പിഴവാണ് ഉണ്ടായത്. സർജറി ചെയ്തതിനു ശേഷം യുവതിക്ക് പാരസെറ്റമോൾ മാത്രമാണ് മരുന്നായി നൽകിയത്. പിന്നാലെ സ്റ്റിച്ച് പഴുത്ത് മുറിവ് വളരെയധികം ഗുരുതരമായി. പിന്നീട് നിരവധി ആശുപത്രികളിൽ നിരവധി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തതിനു ശേഷമാണ് മുറിവ് ഉണങ്ങാൻ തുടങ്ങിയത്. പക്ഷേ കൈയുടെ ചലനശേഷി ഇപ്പോഴും പൂർണ്ണമായി തിരികെ കിട്ടിയിട്ടില്ല. തളർച്ച അനുഭവപ്പെടുന്ന തരത്തിലാണ് കൈ ഇപ്പോഴുമെന്ന് യുവതി പറയുന്നുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവം ഇനി ആർക്കും വരാതിരിക്കാനാണ് യുവതി ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയത്. അഷ്ടമുടി ആശുപത്രിക്കെതിരെ കൊട്ടിയം പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നാണ് യുവതി വെളിപ്പെടുത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒത്തുതീർപ്പിനുള്ള നടപടികൾ ഉണ്ടായെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ പോലീസുകാർ തയ്യാറായിട്ടില്ല. എന്നാൽ തനിക്കുണ്ടായ ദുരനുഭവത്തിൽ യാതൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് യുവതി. കുറച്ച് നാളായി കൈക്ക് ചെറിയ പെരുപ്പുണ്ടായിരുന്നു. പെരുപ്പുള്ളത് കൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കുന്നതിന് ചെറിയ ജോലികൾ ചെയ്യുന്നതിനും ബുദ്ധിമുട്ടുള്ളതിനാൽ ഞാൻ ബെൻസീർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ജേക്കബ് ജോൺ എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ PNB എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എടുക്കാൻ പറയുകയും അത് എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ കൈക്ക് സർജറി അത്യാവശ്യമാണ്, ഉടനെ സർജറി ചെയ്യണമെന്ന് പറയുകയും എത്ര രൂപയാവും എന്ന് ചോദിച്ചപ്പോൾ 40,000-40,000 രൂപ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ സർജറി ചെയ്യുന്നില്ല എന്നുള്ള മട്ടിൽ വന്നപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ഇവിടെ ആയതുകൊണ്ടാണ് ഇത്രയും പൈസ, എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇത്രയും പൈസ ആവൂല എന്ന് പറഞ്ഞു. അതെവിടെയാന്ന് ചോദിച്ചപ്പോൾ അഷ്ടമുടി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. 2 സ്റ്റിച്ച് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ സർജറി ചെയ്യാൻ പോകുന്നത്. ചെന്ന് ആദ്യത്തെ ദിവസം ചെന്നു, സാറിനെ കൺസൾട്ട് ചെയ്തു. നാളെ ഓപ്പറേഷൻ ചെയ്യട്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സാറേ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്യത്തില്ലേ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, അതെന്ത് ചെയ്യാത്തത് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ടെസ്റ്റിന് HIV അങ്ങനെ കുറച്ച് ടെസ്റ്റിന് എഴുതി തന്നു. ആ ടെസ്റ്റ് ചെയ്തു. ഒരു 24-ാം തീയതി ചെന്നു, എന്നെ അഡ്മിറ്റ് ആക്കി. 3:15 ഒക്കെ ആയപ്പോൾ സർജറിക്ക് വിധേയമാക്കി. സർജറിക്ക് കിടത്തുമ്പോൾ എൻ്റെ വലത്തെ കൈക്ക് പകരം ഇടത്തെ കൈയാണ് അവർ സർജറി ചെയ്യാൻ ഒരുങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു, സാർ ആ കൈയല്ല, എനിക്ക് ഈ കൈയാണെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ആ കയ്യിൽ മരുന്ന് കുത്തിയിടാനാണ് അങ്ങനെ വെച്ചത് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ കൈ സർജറി ചെയ്യുകയും ഒരു 6 പാരസെറ്റമോൾ തന്ന് എന്നെ അന്ന് തന്നെ പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ 2-3 വട്ടം ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി. പക്ഷേ എനിക്ക് മരുന്നുകളൊന്നും തന്നില്ല. ഡോക്ടർ ഫീസായ 150 രൂപയും മേടിച്ച് എന്നെ പറഞ്ഞു വിടുന്നതല്ലാതെ എനിക്ക് മരുന്നുകളോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. സാറിനോട് ചോദിച്ചപ്പോൾ സാറ് മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ സ്റ്റിച്ച് പഴുത്തു തുടങ്ങി. ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി 2 പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുത്ത് 3/4 ഭാഗം ഉണക്കാക്കിയതിന് ശേഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജായ ESIയിൽ പോവുകയും അവിടുത്തെ ഡോക്ടറുടെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് സർജറി ഇത്രയും വേണ്ടായിരുന്നു, ഓർത്തോയാണ് ഇത് സർജറി ചെയ്യേണ്ടത്, ഇതിപ്പം ന്യൂറോ സർജൻ ചെയ്തതുകൊണ്ട് ഇത് ഒത്തിരി ഇതായിപ്പോയി എന്ന് പറഞ്ഞ് 2 സ്റ്റിച്ച് അകത്തുനിന്ന് എടുത്തതിന് ശേഷം ഒരുപാട് ഡോക്ടറെ കാണിച്ചാണ് എനിക്ക് ഈ സ്റ്റിച്ച് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഇപ്പോഴും എൻ്റെ കൈ നല്ല രീതിയിൽ എനിക്ക് പഴയ രീതിയിൽ എനിക്ക് പ്രവർത്തിപ്പിക്കാൻ എൻ്റെ കൈപ്പത്തികൾക്ക് പറ്റുന്നില്ല. ഒരു 2-3 വിരലുകൾ വലിയ ചലനമില്ലാതെ ഇരുന്നു. ഒരു 5-6-7 ദിവസം ആദ്യം ഫിസിയോതെറാപ്പി ചെയ്തു. പിന്നെ ഒരു 7 ദിവസം ഫിസിയോതെറാപ്പി ചെയ്താണ് ആ വിരലുകൾ അനങ്ങി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ പഴയ രീതിയിൽ എനിക്ക് ജോലി ചെയ്യാനോ കത്രിക പിടിക്കാനോ വണ്ടി ഓടാനോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒത്തിരി ഡോക്ടർമാരെ ഇതിനു വേണ്ടി കൺസൾട്ട് ചെയ്യുമ്പോഴെല്ലാം സർജറി ചെയ്ത ഡോക്ടറെ കാണിക്കാനാണ് പറയുന്നത്. ഇതിന് ശേഷം ഞാൻ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും സ്റ്റേഷനിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ആദ്യം പരാതി കൊടുത്തത്.
എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് എൻ്റെ മൊഴിയെടുത്ത് എന്നെ കുറേ ഈ കേസിന് പോയാൽ ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളതായാലും, പിന്നെ നമുക്ക് പൈസ വേണോ അതോ കേസിനായിട്ട് പോവുകയാണോ എന്ന് ചോദിച്ച്, അപ്പോൾ നമ്മൾ കേസിനായിട്ട് നമ്മുടെ കൈ പഴയ രീതിയിലാവണം, അതുകൊണ്ട് നമ്മൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണോ എന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് സമ്മർദ്ദ രീതിയിൽ എതിർകക്ഷികളുമായിട്ട് സംസാരിച്ച് ഇതൊരു തീർപ്പിൽ പൊയ്ക്കൂടെ എന്ന് ചോദിച്ചു. നമുക്കതിൽ താല്പര്യമില്ലായിരുന്നു. കേസ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു നമ്മുടെ മുന്നേ വെച്ച് തന്നെ പോലീസുകാരുടെ ഒരു അഭിനയമല്ലേ, ആ അഭിനയം നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവർ കാണിച്ചു. കൊട്ടിയ SHO പ്രദീപ് സാറ് നമ്മളെ മുന്നിൽ വെച്ച് തന്നെ ഒരു നല്ല പിള്ള എന്നുള്ള നിലയിൽ ഒത്തിരി അഭിനയങ്ങൾ കാണിച്ച് നമ്മളത് വിശ്വസിച്ച് വന്നു. അതിനുശേഷം എൻ്റെ പുറകിൽ കൊടുത്ത ആൾക്കാരുടെ പരാതി കേസ് കോടതി FIR ഇട്ടു. പക്ഷെ എൻ്റെ ഇത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ ബോർഡിൻ്റെ അന്വേഷണം വന്നതിന് ശേഷം മാത്രമേ FIR ഇടാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഇതുവരെ ആ കേസ് എടുക്കുകയാവട്ടോ FIR ഇടുകയാവട്ടോ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഒരു മാർച്ച് നടത്തുന്ന നിലയിൽ തന്നെ, അതായത് എൻ്റെ കൈയുടെ ആവശ്യകത മനസ്സിലാക്കി അതിന് നിയമപരമായുള്ള നടപടി എടുക്കും വരെ ഞാനതിന് പോരാടും. ESA മെഡിക്കൽ കോളേജിൽ, BR ഹോസ്പിറ്റല്, നെടുങ്ങോലത്ത്, ബെൻസീറിൽ, ഇപ്പം ലാസ്റ്റ് ശങ്കേഴ്സിൽ, പിന്നെ കണ്ണൻ ഡോക്ടർ, ഡിസ്ട്രിക്റ്റിൽ ഇരിക്കുന്ന കണ്ണൻ ഡോക്ടർ, ഇത്രയും പേരെടുത്ത് പോയതിലും അവർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സർജറി 2-3 സ്റ്റിച്ചിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു സർജറി ആയിരുന്നു. പിന്നെ ഇത് കൈ ഇത്രയും ഓപ്പൺ ചെയ്തത് കൊണ്ട് അത്രത്തോളം വേദന നമുക്ക് കാണും. കൈ പഴയ രീതിയിലായി വരണമെങ്കിൽ ഒത്തിരി പാടാണ്. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് എങ്കിൽ മാത്രമേ ഇത് പഴയ രീതിയിൽ വരൂ. വന്നാൽ നിങ്ങളെ ഭാഗ്യം എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് എൻ്റെ കൈ ഒരു തളർച്ച രൂപത്തിലാണ്. എപ്പോഴും എനിക്ക് വേദനയായാലും ഒരു സൈഡിൽ നിന്ന് കഴച്ചിറങ്ങുന്നതായാലും എല്ലാം എനിക്ക് എൻ്റെ പഴയ അവസ്ഥയിലോട്ട് ഇനി എത്താൻ ഒരുപാട് പാടാണെന്ന് പല ഡോക്ടർമാരും പറയുന്നുണ്ട്.